തുരങ്കത്തിൻ്റെ ഉള്ളിൽ സാം, ജൂഡി, വാലി എന്നിവർ ഒടുവിൽ വെടിയേറ്റ വിചിത്ര ജീവിയെ കാണുന്നു. വാലിക്ക് ഒരു ഡോക്ടർ ആയതുകൊണ്ട് അതിനെ രക്ഷിക്കണമെന്നുണ്ടായിരുന്നു. എന്നാൽ ജാഗിനെ കൊന്ന ആ മൃഗത്തോട് യാതൊരു ദയം കാണിക്കാൻ ജൂഡി തയ്യാറായില്ല. അവൾ ഒരു വെടികൊണ്ട് ഓടി ഉതിർത്ത് അതിൻ്റെ ജീവനെടുത്തു. എന്നാൽ ജീവിയുടെ ശരീരം പരിശോധിച്ച സാം ഒരു ഞെട്ടിക്കുന്ന സത്യം തിരിച്ചറിയുന്നു. ഇതല്ല ജാക്കിനെ കൊന്ന ജീവി, ഇത് വളരെ ചെറുതാണ്. തൊട്ടു പിന്നാലെ ആ തുരങ്കത്തിൻ്റെ ചില ഭാഗങ്ങളിൽ നിന്നും വിചിത്രമായ അലർച്ചകൾ കേൾക്കാൻ തുടങ്ങി. അവിടെ അത്തരം നൂറുകണക്കിന് ജീവികളുണ്ടായിരുന്നു. അവർ ഭയന്നോടാൻ തുടങ്ങി. ഇതിനിടെ സാം വീണ്ടും തൻ്റെ ഭാര്യ ലിലി ആ ചത്തു കിടക്കുന്ന ജീവിക്ക് മുന്നിലായി പ്രത്യക്ഷപ്പെട്ട് ഗ്ലിച്ചായി നിൽക്കുന്ന ഭയാനകമായ വിഷൻസ് കണ്ടു. ആർട്ട് വീണ്ടും മരുഭൂമിയിലെ ആ അത്ഭുത മരത്തിൻ്റെ അരികിലേക്ക് എത്തിയെങ്കിലും ആ മരം ഇപ്പോൾ ഉണങ്ങി നശിച്ചു പോയിരുന്നു. എന്നാൽ ഇത്തവണ അവിടെ മറ്റൊരാൾ കൂടിയുണ്ട്, അനലിസ്. അവളും ഇത് കണ്ടെത്തി അവിടേക്ക് എത്തിയിരുന്നു ഇതിനോടകം തന്നെ. അനലിസ് കോളനിയുടെ ചരിത്രം അവനോട് വെളിപ്പെടുത്തി. 1940കളിൽ ഈ അനലിസും ഭർത്താവ് ബ്ലെയിനും കൂടിയാണ് തകർന്നടിഞ്ഞ ഒരു മൈനിങ് കമ്പനിയുടെ കയ്യിൽ നിന്നും ഈ സ്ഥലം വാങ്ങുന്നത്. ഇതേക്കുറിച്ച് സംസാരിക്കുന്നതിനിടയിൽ അവളുടെ കണ്ണുകൾ വിചിത്രമായി തിളങ്ങാൻ തുടങ്ങി. ആർട്ടിൻ്റെ കൈവശമുള്ള വിത്തിനെക്കുറിച്ച് മനസ്സിലാക്കിയ അവൾ അത് ബലമായി പിടിച്ചു വാങ്ങി മുഴുവനോടെ വിഴുങ്ങുന്നു. എന്നാൽ തൊട്ടടുത്ത നിമിഷം അനലിസ് കറുത്ത നിറത്തിലുള്ള എന്തോ ദ്രാവകം വോമിറ്റ് ചെയ്യുകയും വൈകാതെ അവളുടെ മുഖം ഒരു രാക്ഷസിയെ പോലെ വികൃതമാവുകയും ചെയ്തു. ആർട്ട് ഇങ്ങനൊരു ഡിഫറൻറ്റ് സോഴ്സ് ഓഫ് പവർ കണ്ടെത്തിയെന്ന് മനസ്സിലാക്കിയ അവൾ കടുത്ത ദേഷ്യത്തോടെ അയാളെ ആക്രമിക്കാൻ ഒരുങ്ങി. ആർട്ടാകട്ടെ ജീവരക്ഷാർത്ഥം അവിടുന്ന് ഓടി തുരങ്കത്തിലേക്കും പായുന്നു. റോഡിൽ റെനെ തൻ്റെ കയ്യിലുള്ള കെട്ടുകൾ അഴിക്കുകയും ഹാങ്കിൻ്റെ കയ്യിലുണ്ടായിരുന്ന ടേസർ തോക്ക് ഉപയോഗിച്ച് അയാളെ തന്നെ ഷോക്കടിപ്പിച്ച് വീഴ്ത്തി അവളും പാസും ഓടുന്ന കാറിൽ നിന്ന് പുറത്തേക്ക് ചാടുന്നു. നിയന്ത്രണം വിട്ട ഹാങ്കിൻ്റെ കാർ ഒരു വലിയ മലയിടുക്കിലേക്ക് മറിഞ്ഞ് സ്ഫോടനത്തോടെ തകരുന്നു. തുരങ്കത്തിനുള്ളിൽ വെച്ച് അനലിസ് ആർട്ടിനെ പിടികൂടുന്നെങ്കിലും കൃത്യസമയത്ത് സാം, ജൂഡി, വാലി എന്നിവർ അവിടേക്ക് എത്തുകയാണ്. ജൂഡി അനലിസിന് നേരെ തുരുതുരെ വെടി ഉതിർക്കുന്നുണ്ടെങ്കിലും ആ വെടിയുണ്ടകൾ അവളുടെ ശരീരത്തിൽ യാതൊരു ചലനവും ഉണ്ടാക്കിയില്ല. എങ്കിലും അവരെല്ലാം ഒരുമിച്ച് നിന്നുകൊണ്ടും അനലിസ് ഒറ്റയ്ക്കായതുകൊണ്ടും ഇരുട്ടിലേക്ക് പിൻവാങ്ങി. തുരങ്കത്തിൽ നിന്ന് പുറത്തു കിടന്ന അവർ കാട്ടിൽ വെച്ച് രക്ഷപ്പെട്ട റെനയും പാസിനെയും കണ്ടുമുട്ടുന്നു. അവരെല്ലാവരും കൂടി ടൗൺ പുറത്തുള്ള ഒരു ചെറിയ ഡൈനറിൽ ഒത്തുകൂടി തങ്ങൾക്കറിയാവുന്ന വിവരങ്ങൾ പരസ്പരം പങ്കുവയ്ക്കുകയാണ്. പാസ് ഒരു ഞെട്ടിക്കുന്ന വിവരം പറഞ്ഞു. സെക്യൂരിറ്റി ഓഫീസിൻ്റെ താഴെയുള്ള രഹസ്യമുറിയിൽ ഈ ജീവികളെ പാർപ്പിച്ചിരിക്കുന്ന വലിയ കൂടുകളുണ്ട്. അതാണ് അപ്പോൾ മുന്നേ അവൻ കണ്ടു ഞെട്ടിയത്. ബ്ലെയിനും അവൻ്റെ ആളുകളും എന്തിനു വേണ്ടി ഈ ജീവികളെ ആശ്രയിക്കുന്നുണ്ടെന്ന് ഉറപ്പാണ്. എന്നാൽ അവിടെ ഒരു ചോദ്യം ബാക്കിയായിരുന്നു. ഈ ജീവികളുടെ രക്തം നീല നിറമാണ്. എന്നാൽ ബ്ലെയിനും ഹാങ്കും കുടിക്കുന്നത് സ്വർണ്ണ നിറത്തുള്ള ദ്രാവകവും. ഇതെങ്ങനെ സംഭവിക്കുന്നു? എന്തായാലും അവർ സംസാരിച്ച് തീരുന്നതിന് മുമ്പ് ഹോട്ടലിന് പുറത്ത് ഒരുപാട് വണ്ടികൾ വന്നു നിൽക്കുന്നു. ബ്ലെയിനും അവൻ്റെ സെക്യൂരിറ്റി സംഘവുമായിരുന്നു അത്. സംഘം അവരെല്ലാം പിടിച്ച് വീണ്ടും ദ മാനർ ഫെസിലിറ്റിയിലേക്ക് കൊണ്ടുവന്ന ശേഷം അവരെ ശിക്ഷിക്കുന്നതിന് പകരം ബ്ലെയിൻ പുതിയൊരു ഓഫർ വയ്ക്കുകയാണ്. നിങ്ങൾ ഈ ജീവികളെ വേട്ടയാടുന്നത് നിർത്തുക. കോളനിയിലെ സംഭവങ്ങൾ പുറത്തു പറയാതിരിക്കുക. അങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് പഴയതുപോലെ സുഖമായി ഇവിടെ ജീവിക്കാം. ആ ജീവികൾ ഇനി നിങ്ങളെ ഉപദ്രവിക്കില്ല. എന്നാൽ ഒരു നിബന്ധനയുണ്ട്. വാലി എനിക്ക് വേണ്ടി ജോലി ചെയ്യണം. വേറെ വഴിയില്ലാത്തതുകൊണ്ട് വാലി മറ്റുള്ളവരെ നിർബന്ധിപ്പിച്ച് ഈ കരാറിൽ ഒപ്പിടിപ്പിക്കുന്നു. അങ്ങനെ 3 ദിവസങ്ങൾക്ക് ശേഷം എല്ലാവരുടെയും വീടുകളിൽ സെറാഫിം മെഷീനുകൾ വീണ്ടും സ്ഥാപിക്കപ്പെടുന്നു. തുടക്കത്തിൽ സാം എടുത്ത് മാറ്റിയ സംഭവം. കൂടാതെ എല്ലാവരുടെയും കാലുകളിൽ ട്രാക്കിംഗ് ചെയ്യാനായിട്ട് ആംഗിൾ മോണിറ്റർ ഘടിപ്പിച്ചു. അവർ ഇനി മുതൽ കടുത്ത നിരീക്ഷണത്തിലായിരിക്കുമെന്നർത്ഥം. റെനെ പാസിനോട് ചില കാര്യങ്ങൾ സംസാരിക്കാൻ ശ്രമിച്ചെങ്കിലും പബ്ലിക് ആയതുകൊണ്ടും മറ്റു കാർഡുകൾ ഉള്ളതുകൊണ്ടും അതിന് മുതിർന്നില്ല. വാലി തൻ്റെ ജോലിയുടെ ആദ്യ ദിവസം ബ്ലെയിൻ്റെ ലാബിലേക്ക് എത്തുന്നു. അവിടെ വെച്ച് അയാൾ തൻ്റെ ക്യാൻസറിനെ ചികിത്സിക്കുന്ന ഡോക്ടർ മൻസൂറിനെ കാണുന്നു. അയാളും ഇവിടെ ഉണ്ടെന്ന് മനസ്സിലാക്കി സംസാരിച്ച് നിൽക്കെ അനലിസ് വാലിക്ക് കുടിക്കാൻ ആ തിളങ്ങുന്ന സ്വർണ്ണ നൽകുകയാണ്. ഇത് കുടിച്ചാൽ നിങ്ങളുടെ ക്യാൻസർ പൂർണ്ണമായി മാറും. എനിക്കിനി ഒരിക്കലും പ്രായമാവുകയില്ല എന്ന് ബ്ലെയിൻ പറയുന്ന കേട്ട് ആദ്യം വിസമ്മതിച്ചെങ്കിലും മരണഭയം കാരണവും അവരുടെ നിർബന്ധത്തിന് വഴങ്ങിയും വാലി ഒടുവിൽ ആ സ്വർണ്ണ കുടിച്ചു. സാമിൻ്റെ വീട്ടിലാകട്ടെ അയാൾ ആ വിചിത്ര ജീവി ഇനിയും വരുമോ എന്നുള്ള ആശങ്കയിൽ അത് മനസ്സിലാക്കാനും കരുതലിനുമായി വീട് മുഴുവൻ TV സ്ക്രീനുകളും മെഷീനുകളും ഘടിപ്പിച്ചിരിക്കെ പെട്ടെന്ന് ആ TV സ്ക്രീനുകളിൽ ലിലിയുടെ രൂപം പ്രത്യക്ഷപ്പെടുകയും അവൾ സങ്കടത്തോടെ സാം എന്നെ രക്ഷിക്കൂ എന്ന് നിലവിളിക്കുകയും ചെയ്തു. ഭയന്നുപോയ സാം പുറത്തേക്കൂടി ആർട്ടിനോട് ഇവിടെ നിന്ന് രക്ഷപ്പെടണമെന്നും മകൾ ക്ലെയറിനെ വിളിക്കണമെന്നും വെപ്രളം കാട്ടുന്നെങ്കിലും അയാൾ നിലവിലെ സാഹചര്യത്തിൽ ശാന്തമായിരിക്കാൻ ആവശ്യപ്പെടുന്നു. ലാബിൽ വെച്ച് സെക്യൂരിറ്റി ചീഫായ ഏണസ്റ്റ് വാലിക്ക് അവിടെ ഫെസിലിറ്റിയിലുള്ള ആ ജീവികളെ കാണിച്ചു കൊടുത്തു. അവിടുത്തെ തൊഴിലാളികൾ ആ ജീവികളെ കിഡ്സ് എന്നാണ് വിളിക്കുന്നത്. അതിലൊന്ന് സ്കാർ എന്ന ജീവിയാണ് നേരത്തെ പുറത്തേക്ക് ചാടിയത്. പിന്നീട് ഈ ബ്ലെയിൻ വാലിയെ തുരങ്കത്തിൻ്റെ ഏറ്റവും ആഴമേറിയ ഭാഗത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു. അവിടെ വാലി ആ കാഴ്ച കണ്ട് വിറങ്ങലിച്ചു പോയി. എല്ലാ ജീവികളുടെയും അമ്മയായ എന്നാൽ മനുഷ്യരൂപത്തിലുള്ള ഒരു ജീവി അവിടെ കിടക്കുന്നുണ്ടായിരുന്നു. അതിനെ അവർ മദർ എന്ന് വിളിച്ചു. ഒരു വശത്ത് കടുത്ത നിയന്ത്രണങ്ങൾ തുടരുമ്പോഴും സുരക്ഷാ ഉദ്യോഗസ്ഥനായ പാസ് രഹസ്യമായി റെനയെ ചെന്ന് കണ്ട് സംസാരിക്കുന്നു. കോളനിയുടെ വരാനിരിക്കുന്ന 75ാം വാർഷിക ആഘോഷങ്ങളുടെ തിരക്കിനിടയിൽ അവിടെ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു രഹസ്യ പ്ലാൻ അവൻ അവളോട് പങ്കുവയ്ക്കുന്നു. എന്നിട്ട് ആശയവിനിമയത്തിനായി അവൻ അവൾക്കൊരു വോക്കി ടോക്കി കൈമാറുന്നുമുണ്ട്.
അതേസമയം സാമിൻ്റെ എഞ്ചിനീയറിംഗ് ബുദ്ധി വീണ്ടും ഉണർന്നു. അയാൾ തൻ്റെ കാലിൽ ഘടിപ്പിച്ചിരുന്ന ആംഗിൾ മോണിറ്ററിൻ്റെ സിഗ്നൽ അതേപടി കോപ്പി ചെയ്ത് മറ്റൊരു മെഷീനിലേക്ക് മാറ്റി. അതുകൊണ്ട് തന്നെ അധികൃതർക്ക് സാം വീട്ടിൽ തന്നെ ഉണ്ടെന്നേ തോന്നും. അതിനുശേഷം അയാൾ ആ മോണിറ്റർ കാലിൽ നിന്ന് മുറിച്ചു മാറ്റി പുറത്തേക്ക് കിടക്കുന്നു. ഇതേസമയം റെനെ വാലിയുമൊത്തുള്ള മീറ്റപ്പിൽ ആ വലിയ രഹസ്യം അയാൾ റെനയോട് വെളിപ്പെടുത്തുന്നു. പതിറ്റാണ്ടുകൾക്ക് മുമ്പ് മാർക്കസ് ഷാ, ഇപ്പോഴത്തെ ബ്ലെയിൻ ഷാ, ഈ ഭൂമിയുടെ അടിയിൽ നിന്ന് ഒരു വിചിത്രമായ മുട്ട കണ്ടെത്തി. അതിൽ നിന്ന് വിരിഞ്ഞിറങ്ങിയ ജീവിയാണ് മദർ. ആ മദറിൻ്റെ രക്തം, സ്വർണ്ണ ദ്രാവകം കുടിച്ചതുകൊണ്ടാണ് മാർക്കസിനും അനലിസിനും പ്രായമാകാത്തത്. എന്നാൽ മദറിനും അവരുടെ കുട്ടികൾക്കും ജീവനോടെ ഇരിക്കാൻ മനുഷ്യൻ്റെ മസ്തിഷ്ക സുഷുമ്ന ദ്രാവകം, സെറിബ്രൽ സ്പൈനൽ ഫ്ലൂയിഡ് ആവശ്യമാണ്. ആ ആവശ്യത്തിന് വേണ്ടിയാണ് അവർ ദ ബറോസ് എന്ന റിട്ടയർമെൻറ്റ് കോളനി തന്നെ നിർമ്മിച്ചത്. പ്രായമായ ആളുകളെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്ന് ഈ ജീവികൾക്ക് ആഹാരമായി കൊടുക്കുകയായിരുന്നു ഇവരുടെ ലക്ഷ്യം. ഇത് കേട്ട റെനെ ഞെട്ടിപ്പോയി. അവൾ വാലിയോട് തങ്ങളോടൊപ്പം രക്ഷപ്പെടാൻ ആവശ്യപ്പെട്ടെങ്കിലും വാലി അതിന് തയ്യാറായില്ല. ഈ ജീവികളുടെ കോശങ്ങൾക്ക് ഭൂമിയിലെ എല്ലാ രോഗങ്ങളും സുഖപ്പെടുത്താൻ കഴിയുമെന്നും അതുകൊണ്ട് മനുഷ്യരാശിയുടെ നന്മയ്ക്കായി ഇതിവിടെ തുടരണമെന്നുമാണ് അയാൾ വിശ്വസിച്ചിരുന്നത്. അന്ന് രാത്രി റെനെ ജൂഡിയും പാസിനെയും ജാക്കിൻ്റെ പഴയ വീട്ടിൽ വിളിച്ചു കൂട്ടി തൻ്റെ പ്ലാൻ പൂർണ്ണമായും മാറ്റി. നമ്മളിവിടുന്ന് ഓടി ഒളിച്ചിട്ട് കാര്യമില്ല. ഈ വാർഷികാഘോഷത്തിൻ്റെ രാത്രിയിൽ നമ്മൾ ആ മദർ എന്ന ജീവിയെ കൊന്ന് ബ്ലെയിൻ്റെ ഈ ക്രൂരമായ സാമ്രാജ്യം എന്നേക്കുമായി തകർക്കണം. ഈ കൂട്ടത്തിലിപ്പോൾ സാമില്ല. കാരണം ഇതിനോടകം കോളനിയുടെ അതിർത്തി കടന്ന് പുറത്തുള്ള ഡൈനറിലേക്ക് എത്തിയ അയാൾ മകൾ ക്ലെയറിനെ ഫോണിൽ വിളിച്ച് സഹായം അഭ്യർത്ഥിക്കുകയായിരുന്നു. ക്ലെയർ വണ്ടിയുമായി വന്ന് സാമിനെ കൂട്ടിക്കൊണ്ട് പോകുന്നെങ്കിലും എന്നാൽ സാം വിചാരിച്ചതിന് വിപരീതമായി ക്ലെയർ സാമിനെ നേരെ കൊണ്ടുപോയി ബ്ലെയിൻ്റെ കയ്യിലാണ് ഏൽപ്പിക്കുന്നത്. അച്ഛന് ഭ്രാന്താണെന്ന് ബ്ലെയിൻ വിശ്വസിപ്പിച്ചുകൊണ്ടാണ് ക്ലെയർ അങ്ങനെ ചെയ്തത്. സാം വീണ്ടും തടവിലാക്കപ്പെടുന്നതോടെ ഈ വിവരം പറഞ്ഞ ആർട്ട് ഒടുവിൽ റെനെയും മറ്റുള്ളവരെ സഹായിക്കാനും ബ്ലെയിനോട് പോരാടാനും തീരുമാനിക്കുന്നു. ലാബിൽ മദറിൻ്റെ ശരീരം വളരെ ദയനീയമായ അവസ്ഥയിലായിരുന്നു. ആ വിചിത്ര ജീവികളിൽ ഒന്നിനെ ഒരു പ്രത്യേക ട്യൂബിലൂടെ വരുത്തി അതിൽ നിന്ന് ഒരുതരം ദ്രാവകം, അതായത് രാത്രി അവിടെയുള്ളവരിൽ നിന്നെടുക്കുന്ന സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ്, അത് എക്സ്ട്രാക്ട് ചെയ്ത് മദറിൻ്റെ ശരീരത്തിലേക്ക് വിടുകയും അവരിലൂടെ ചില പ്രോസസ്സുകൾ നടന്ന് അത് മുന്നേ കണ്ട പോലെ സ്വർണ്ണ കളറായ ദ്രാവകമായി പുറത്തേക്ക് വരികയും ചെയ്യുന്നു. ഇതിനെല്ലാം വാലി സാക്ഷ്യം വഹിക്കുമ്പോൾ സത്യത്തിൽ ഇതവരുടെ രക്തമാണ്. അത് പ്രയോഗിച്ചാണ് ഇവരൊക്കെയും പ്രായം ചെല്ലാതെയും മുറിവുകൾ ഹീൽ ചെയ്തുമൊക്കെ തുടർന്ന് പോകുന്നത്. എന്നാൽ മദറാകട്ടെ ഇവരുടെ ഈ പിടിയിലിൽ നരയിക്കുകയാണ്, ഒരു സമാധാനപരമായ അന്ത്യം ലഭിക്കാതെ. ആനിവേഴ്സറി ഒരുക്കങ്ങൾക്കിടയിൽ ബ്ലെയിൻ്റെ ഭാര്യ ആനലിസിന് നല്ല ആശങ്കയും വിഷമവും ഉണ്ടാവുന്നുണ്ട്. കാരണം മുന്നേറ്റ വെടിയുണ്ടയുടെ ഹീലിംഗ് പൂർണ്ണമായും നടന്നിട്ടില്ല. മദറിൻ്റെ സ്വർണ്ണരക്തത്തിന് ഇപ്പോൾ ആനലിസിനെ പഴയതുപോലെ സംരക്ഷിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് ഇപ്പോൾ അവൾ അതിവേഗം മരണത്തിലേക്ക് നീങ്ങുകയാണ്. ഇതൊക്കെ കൊണ്ടാണ് ബ്ലെയിൻ വാലി ഉപയോഗിച്ച് അവളെ രക്ഷിക്കാൻ പുതിയ വഴികൾ തിരഞ്ഞത്. വാലി നടത്തിയ പരിശോധനയിൽ മദറിനെ രക്ഷിക്കാൻ ഒരു വഴിയുണ്ടെന്ന് കണ്ടെത്തി. അതിൻ്റെ കുട്ടികളുടെ ആ മോൺസ്റ്റേഴ്സിൻ്റെ അസ്ഥിമജ്ജ മാറ്റിവെക്കുക, ബോൺ മാരോ ട്രാൻസ്പ്ലാന്റ്. എന്നാൽ ഇത് കേട്ട ഡോക്ടർ മൻസൂർ അത് തടഞ്ഞു. ഈ പ്രൊസീജിയർ ചെയ്താൽ മദർ പൂർണ്ണമായും ചത്തുപോകുമെന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. ദേഷ്യമെന്ന ബ്ലെയിൻ യാതൊരു ദയവുമില്ലാതെ ഡോക്ടർ മൻസൂറിനെ വെടിവെച്ച് കൊന്നു. അനലിസ് ജീവിക്കണമെങ്കിൽ മദർ ചത്താലും കുഴപ്പമില്ലെന്ന് അവൻ പ്രഖ്യാപിച്ചു. ബ്ലെയിൻ്റെ ഈ ക്രൂരത കണ്ടതോടെ വാലിയുടെ മനസ്സ് മാറി. അയാൾ മദറിനെ ഒരു ഉപകരണമായി കാണുന്നത് നിർത്തി അതിനെ ബ്ലെയിൻ്റെ ക്രൂരതയിൽ നിന്ന് രക്ഷിക്കാൻ തീരുമാനിച്ചു. ബ്ലെയിൻ്റെ ലാബിൽ സെഡേഷനിൽ തടവിലായിരുന്ന 3 ദിവസങ്ങളിൽ ആ ജീവികൾ സാമിൻ്റെ ശരീരത്തിൽ നിന്നും ഒരുപാട് ദ്രാവകം വലിച്ചെടുത്തിരുന്നു. അതുകൊണ്ട് തന്നെ സാമിൻ്റെ ശരീരം കടുത്ത ക്ഷീണത്തിലായിരുന്നു. സെലിബ്രേഷൻ അന്നേ ദിവസമായതുകൊണ്ട് രക്ഷപ്പെടുന്നത് നല്ല ബുദ്ധിമുട്ടാണെന്ന് മനസ്സിലാക്കി. എങ്കിലും അയാൾ തളർന്നില്ല. പണ്ട് ഇതേ മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ട എഡ്വേർഡിൻ്റെ കഥകൾ അയാൾ ഓർത്തു. കോളനിയിൽ 75ാം വാർഷിക ആഘോഷങ്ങൾ തകർപ്പനായി നടക്കുമ്പോൾ അവിടെ വെച്ച് ഒരു സ്ത്രീയെ സാം കണ്ടുമുട്ടി. രക്ഷപ്പെടാനുള്ള വഴി ഡച്ചസ് എന്നൊരു വ്യക്തിക്ക് അറിയാമെന്ന് പറഞ്ഞ് അയാളെ അവരുടെ അടുത്തേക്ക് എത്തിക്കുന്നു. ഒരു റെസ്പോൺസുമില്ലാതെ ഡിപ്രസ്ഡായി മയക്കുമരുന്നിൻ്റെ എഫക്റ്റിൽ കഴിയുന്ന അവർക്ക് സിഗരറ്റ് നൽകിയാൽ സഹായിക്കാമെന്ന കണ്ടീഷനിൽ സാം സിഗരറ്റുകൾ തപ്പിയെടുത്തുകൊണ്ട് നൽകി. അങ്ങനെ അവർക്ക് അവരുടേതായ ബോധം വന്നതും തുടർന്ന് അവർ സാമിനോട് ഒരു ഞെട്ടിക്കുന്ന സത്യം വെളിപ്പെടുത്തുന്നു. ഇവിടുന്ന് രക്ഷപ്പെടാവുന്നത് ഈ മാനൻ്റെ അടിയിലുള്ള ഒരു രഹസ്യ തുരങ്കം വഴിയാണ്. ഒപ്പം ഒരു കാര്യം കൂടി പറഞ്ഞു, സാം, നീ കാണുന്ന ലിലിയുടെ രൂപം നിൻ്റെ വെറും തോന്നലല്ല. ആ മദർ എന്ന ജീവി ലിലിയിലൂടെ നിന്നോട് സംസാരിക്കാൻ ശ്രമിക്കുന്നതാണ്. നീ ആ മദറിനെ സഹായിക്കുമെന്ന് അവർ വിശ്വസിക്കുന്നു. ഇവിടെ വെളിപ്പെടുന്ന ഒരു കാര്യം, ആ മദറിൻ്റെ കമ്മ്യൂണിക്കേഷനായിരുന്നു അതെല്ലാം. അവർക്ക് സംസാരിക്കാനാവില്ലെങ്കിലും അവിടെയുള്ള പല ആൾക്കാരുടെയും മെൻ്റൽ ട്രോമയിലൂടെ ആക്സസ് ചെയ്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനാവും. ഇനിയും മറക്കാൻ കഴിയാത്ത അലട്ടിക്കൊണ്ടിരിക്കുന്ന അവരുടെ മരിച്ചുപോയ പ്രിയപ്പെട്ടവരുടെ ട്രോമയാണ് മദർ സഹായം അഭ്യർത്ഥിക്കാനായിട്ടുള്ള വഴിയായി കണ്ടത്. സാമിൻ്റെ മുന്നിൽ ലിലി വന്നതും അങ്ങനെയാണ്. തന്നെ സഹായിക്കണമെന്നുള്ള ആ ഒരു കമ്മ്യൂണിക്കേഷൻ തരംഗത്തിൻ്റെ വ്യാപ്തി ഇൻറ്റൻസ് ആയപ്പോഴായിരുന്നു അത് പക്ഷികളെ ബാധിച്ചതും അവയെല്ലാം നശിക്കുന്നതായി ആർട്ട് കണ്ടെത്തിയതും. എന്തായാലും സാം ഇതോടെ ആഘോഷ പരിപാടിയിൽ അവിടെ ഉണ്ടായിരുന്നൊരു കരോക്കെ മെഷീൻ എടുത്ത് തൻ്റെ ഭാര്യയുടെ പ്രിയപ്പെട്ട ഒരടിപൊളി പാട്ടുപാടി അവിടെ വലിയൊരു ബഹളവും ഡിസ്ട്രാക്ഷനും ഉണ്ടാക്കി. ആ ഗ്യാപ്പിൽ സാം രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു.
ഈ സമയം പാസ് ഒരു വണ്ടി മോഷ്ടിച്ച് ആർട്ട്, ജൂഡി, റെനെ എന്നിവരുടെ ട്രാക്കിംഗ് ഡിവൈസുകൾ ഓഫ് ചെയ്ത് മാനറിനുള്ളിലേക്ക് കടത്തിവിടുന്നു. മാനറിനുള്ളിൽ അലാറം മുഴങ്ങുകയും വലിയ അടിയന്തരാവസ്ഥ ഉണ്ടാവുകയും ചെയ്യുന്നു. സാമിനെ അവിടെയുള്ള ഒരു നേഴ്സ് ആക്രമിക്കാൻ നോക്കുമ്പോൾ ജൂഡി വന്ന് ഒരു ഫയർ എക്സ്റ്റിംഗ്വിഷർ കൊണ്ട് അവനെ അടിച്ചു വീഴ്ത്തി സാമിനെ കിട്ടിയതോടെ അവരെല്ലാം ആർട്ട് ഒരു ലോറിയിലായി അവിടുന്ന് രക്ഷപ്പെടുത്തുന്നു. അതേസമയം സാമിൻ്റെ വീട്ടിൽ ക്ലെയർ സാധനങ്ങളെല്ലാം ഒഴിക്കുന്നതിൻ്റെ തിരക്കിലായിരുന്നു. കാരണം സാമിനെ അവിടെ ഇല്ല, പകരം മറ്റൊരു ഇരയെ അവർക്ക് കൊണ്ടുവരേണ്ടതുണ്ട്. ഇവിടേക്ക് നമ്മൾ തുടക്കത്തിൽ കണ്ട ട്രാൻസിഷൻ മാനേജർ കെയ്ലി എത്തി കാര്യങ്ങളൊക്കെ എന്തായാലും തിരക്കവേ ക്ലെയർ തൻ്റെ അച്ഛൻ്റെ TV എല്ലാം കൂട്ടിവെച്ചുള്ള ഗവേഷണത്തിൻ്റെ ചിന്തയിലായിരുന്നു. അവിടെ വെച്ച് അവൾ അബദ്ധത്തിൽ ആ ഒരു സെറ്റപ്പ് ഓൺ ചെയ്തതും പെട്ടെന്ന് ആ സ്ക്രീനുകൾ അതിശക്തമായ ഊർജ്ജത്തോടെ മിന്നാൻ തുടങ്ങുകയും കെയ്ലി അതിൽ എക്സ്പോസ്ഡ് ആവുകയും ചെയ്തു. ആ പ്രകാശത്തിൽ കെയ്ലിയുടെ യഥാർത്ഥ രൂപം പുറത്തു വരുന്നു. കാരണം അവളും മദറിൻ്റെ രക്തത്താൽ പ്രായം ചെല്ലാതെ കാലങ്ങളായി കഴിഞ്ഞു വരുന്നവളല്ലേ. അവളുടെ ശരീരത്തിലുണ്ടായ ഒരു ഗ്ലിച്ച് TV സിസ്റ്റം ഓഫായതോടെ മാറിയെങ്കിലും ഇത് കണ്ടതോടെ ക്ലെയറിന് മനസ്സിലായി തൻ്റെ അച്ഛൻ പറഞ്ഞതിലെല്ലാം എന്തൊക്കെയോ കാര്യങ്ങളുണ്ടെന്ന്. ലോറിയിൽ രക്ഷപ്പെടുന്നതിനിടയിൽ സാം മറ്റുള്ളവരോട് പ്ലാൻ മാറ്റാൻ ആവശ്യപ്പെടുന്നു. മദർ നമ്മുടെ ശത്രുവല്ല, അവരെ ബ്ലെയിൻ നരയിപ്പിച്ച് കൊല്ലാൻ പോവുകയാണ്, അതിൽ നിന്ന് നമുക്കവരെ രക്ഷിക്കണം. ഈ കൃത്യസമയത്ത് വാലി അവരെ ഫോണിൽ വിളിച്ച് താൻ മദറിനെ ലാബിൽ നിന്ന് മോചിപ്പിച്ച വിവരം അറിയിക്കുന്നു. വാലി ബ്ലെയിൻ്റെ ഈ നരത്തിൽ നിന്നൊരു മുക്തി നൽകുക എന്ന ലക്ഷ്യത്തോടെ ഇറക്കിയതാണേലും അവരൊടുവിൽ മദറിനെ അത് ജനിച്ച ആ പഴയ ഗുഹയിലേക്ക് എത്തിക്കാൻ തീരുമാനിക്കുന്നു. ആളുകൾ സംശയിക്കാതിരിക്കാൻ വാലി മദറിനെ മനുഷ്യരുടെ വസ്ത്രങ്ങൾ ധരിപ്പിച്ചാണ് കൊണ്ടുവന്നത്. അനലിസും ബ്ലെയിനും മദറിനെ കാണാതെ വിവരം പറഞ്ഞ് തങ്ങളുടെ സെക്യൂരിറ്റി സംഘവുമായി അവരെ വേട്ടയാടാൻ ഇറങ്ങുന്നു. വഴിയിൽ വെച്ച് മദർ വാലിയോട് തൻ്റെ യഥാർത്ഥ ആഗ്രഹം വെളിപ്പെടുത്തുകയാണ്. എനിക്ക് ജീവിക്കണമെന്നില്ല, പതിറ്റാണ്ടുകളായി ഞാൻ ഈ ക്രൂരമായ ചൂഷണത്തിന് ഇരയാവുകയാണ്, എനിക്ക് മരിക്കണം. എൻ്റെ കുട്ടികളുടെ അടുത്ത് ഗുഹയിൽ ചെന്ന് എനിക്ക് അവസാന ശ്വാസം വലിക്കണം. വാലി ആദ്യം ഇതൊക്കെ എതിർത്തുവെങ്കിലും ഒടുവിൽ അവനും അത് സമ്മതിക്കുന്നു. കാരണം ഈ രക്തം വെച്ച് അതിശയകരമായ പലതും ചെയ്യാൻ കഴിയുന്നതല്ലേ. എന്നാൽ ഇത്രയും നരകയാതന അനുഭവിച്ച അവർക്ക് ഇനി വേണ്ടത് ഒരു മോചനമാണെന്ന് വാലിക്കും ബോധ്യമായി. അങ്ങനെ ബ്ലെയിൻ്റെ നിർദ്ദേശപ്രകാരം കോളനി മുഴുവൻ ലോക്ക്ഡൗൺ ആയതുകൊണ്ട് അവർക്ക് പോകാനുണ്ടായിരുന്ന ഏക വഴി സാമിൻ്റെ വീടിൻ്റെ അടിയിലുള്ള തുരങ്കമായിരുന്നു. സാം മദറിനെയും കൂട്ടി അങ്ങോട്ടേക്ക് നീങ്ങുമ്പോൾ ബ്ലെയിനെയും അനലിസിനെയും തടയാനായി ആർട്ടും ജൂഡിയും അവിടെ തന്നെ കാത്തു നിൽക്കുന്നു. ആക്ടിവിറ്റി സെൻറ്ററിൽ വെച്ച് വലിയൊരു ഏറ്റുമുട്ടൽ നടക്കുകയാണ്. മദർ എവിടെയാണെന്ന് ജൂഡി പറയാത്തതുകൊണ്ട് കടുത്ത ദേഷ്യത്തിൽ അനലിസ് അവിടെ വയറ്റിൽ കത്തികയറ്റുന്നതോടെ ജൂഡി ചോരയൊലിപ്പിച്ച് വീഴുന്നു. അവരെ രക്ഷിക്കാനായി ആർട്ടൊടുവിൽ അവർ ഗുഹയിലേക്കാണ് പോയെന്ന സത്യം വിളിച്ചു പറയേണ്ടി വന്നു. ബ്ലെയിനും അനലിസും അങ്ങോട്ടേക്ക് കുതിക്കുമ്പോൾ മറ്റൊരു വശത്ത് പാസും റെനയും കൂടി കൂടുകളിൽ അടച്ചിട്ടിരിക്കുന്ന മദറിൻ്റെ മറ്റു കുട്ടികളെ ആ മോൺസ്റ്റേഴ്സിനെ തുറന്നുവിട്ട് സ്വതന്ത്രനാക്കാനുള്ള മിഷനിൽ. എന്നാൽ അവിടെ വെച്ച് അവർ ഞെട്ടുന്നത് ഹാങ്കിനെ കാണുമ്പോൾ. അയാൾ മരിച്ചിട്ടില്ലായിരുന്നു, എന്നാൽ പരിക്കേറ്റും മറ്റും ഒരു വല്ലാത്ത രൂപത്തിലാണ്. ബ്ലെയിൻ തങ്ങളെ ചതിച്ചതുകൊണ്ട് പ്രതികാരത്തിനായി ഹാങ്ക് അവർക്ക് കൂടുകളുടെ താക്കോൽ നൽകുന്നതോടെ അവരെല്ലാ ജീവികളെയും തുറന്നുവിടുന്നു. ഒട്ടും വൈകാതെ തുരങ്കങ്ങൾ ബ്ലെയിൻ ബ്ലോക്ക് ചെയ്തുകൊണ്ട് സാമും സംഘവും സാമിൻ്റെ വീട്ടിലെ ഗാരേജിൽ തന്നെ അഭയം പ്രാപിക്കേണ്ടി വരുമ്പോൾ അവിടേക്ക് എത്തുകയാണ് ബ്ലെയിനും അനലിസും. സാമും മകൾ ക്ലെയറും ചേർന്ന് പെട്ടെന്ന് താൻ നിർമ്മിച്ച ആ വലിയ TV സ്ക്രീൻ സിസ്റ്റം ആക്ടിവേറ്റ് ചെയ്യുന്നു. ആ സ്ക്രീനുകൾ അതിശക്തമായ ഊർജ്ജത്തോടെ പൊട്ടിത്തെറിക്കുകയും ആ പ്രകാശത്തിൽ അനലിസിൻ്റെ ശരീരം കരിഞ്ഞുണങ്ങി ചിതറി ഇല്ലാതാവുകയും ചെയ്യുകയാണ്. ബ്ലെയിന് ഇതിലൂടെ കടുത്ത പരിക്കേൽക്കുന്നു. ഇതെല്ലാം ചെയ്യുന്ന പിന്നിൽ മുന്നേ കെയ്ലിയുടെ ആ ഒരവസ്ഥ കണ്ട ക്ലെയറിൻ്റെ ബുദ്ധിയാണ്. ഈ സമയമെല്ലാം ജൂഡി കുത്തേറ്റത് മൂലം മരണത്തോട് അടുക്കുകയായിരുന്നു. വാലിയുടെ കയ്യിൽ മരുന്നുകളൊന്നുമില്ലായിരുന്നു. എന്നാൽ അവിടെ ഒരു അത്ഭുതം നടക്കുന്നു. മദർ തൻ്റെ കൈ ജൂഡിയുടെ മുറിവേറ്റ വയറിൽ വയ്ക്കുകയും തൻ്റെ സ്വർണ്ണ ഊർജ്ജം ഉപയോഗിച്ച് ജൂഡിയെ പൂർണ്ണമായി സുഖപ്പെടുത്തുന്നതോടെ ജൂഡി മരണത്തിൽ നിന്നും തിരിച്ചെത്തുന്നു. അങ്ങനെ അവസാനം മദറിനെ ആ പഴയ ഗുഹയിലേക്ക് എത്തിക്കുന്നു. വൈകാതെ മദറിൻ്റെ ശരീരം പ്രകാശിക്കാൻ തുടങ്ങിയിരുന്നു. അവർ മരണത്തിന് തയ്യാറെടുക്കുകയായിരുന്നു. എന്നാൽ കടുത്ത പരിക്കുകളോടെ അവിടേക്ക് എത്തിയ ബ്ലെയിൻ അവസാനമായി സാമിനെ ആക്രമിക്കാൻ നോക്കുന്നതും ആ സമയം മദറിൻ്റെ ആ കുട്ടികളെല്ലാം അവൾക്ക് ചുറ്റും വന്ന് നിൽക്കുകയും മദർ തൻ്റെ ശരീരത്തിൽ നിന്ന് ഭീമാകരമായ ഒരു ഊർജ്ജ തരംഗം മാസീവ് എനർജി സർജ് പുറപ്പെടുവിക്കുന്നു. ആ മഹാവിസ്ഫോടനത്തിൽ ബ്ലെയിനും ആ ജീവികളും മദറും എന്നേക്കുമായി ഇല്ലാതാവുകയാണ്. ആ മാരകമായ സിസ്റ്റം അവിടെ അവസാനിക്കുകയാണ്. എന്നാൽ മരിക്കുന്നതിന് മുമ്പ് മദർ സാമിനൊരു അവസാന സമ്മാനം നൽകിയിരുന്നു. ഭാര്യ ലിലിയോടൊപ്പം ചിലവഴിക്കാൻ കുറച്ച് സമയം. സാമിൻ്റെ മനസ്സ് ലിലിയുടെ മരണസമയത്തെ ആ പഴയ ഓർമ്മയിലേക്ക് പോകുന്നു. എന്നാൽ ഇത്തവണ ആ ഓർമ്മ മാറി മറിഞ്ഞു. അവർ രണ്ടുപേരും സന്തോഷത്തോടെ ആ ഡാൻസ് പൂർത്തിയാക്കുന്നു. പരസ്പരം കെട്ടിപ്പിടിച്ച് ഒരവസാന ചുംബനവും നൽകി ലിലി സാമിൻ്റെ കൈകളിൽ നിന്ന് സന്തോഷത്തോടെ യാത്ര പറഞ്ഞു മറിയുന്നു. സാം പൂർണ്ണമായ മാനസിക സമ്മാനത്തോടെ ഗുഹയിൽ ഉണർന്നപ്പോൾ അത് ബ്ലെയിൻ്റെ അവശിഷ്ടങ്ങൾക്കും ജീവികളുടെ അസ്ഥികൾക്കും നടുവിലായിരുന്നു. വൈകാതെ പാസും റെനയും അവിടേക്കെത്തി സാമിനെ കൂട്ടിക്കൊണ്ടു പോവുകയും ചെയ്തു. അങ്ങനെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ദ ബറോസ് കോളനിയിൽ വീണ്ടും സമ്മാനം തിരിച്ചു വരുന്നു. ആ ഇരുണ്ട നിഗൂഢതകളെല്ലാം അവസാനിച്ചു. പ്രായം കൂടാതെ നിലനിർത്താൻ കഴിഞ്ഞില്ലെങ്കിലും വാലിക്ക് തൻ്റെ ക്യാൻസർ മാറ്റാൻ കഴിഞ്ഞു.
ആർട്ടും ജൂഡിയും തങ്ങളുടെ പഴയ പിണക്കങ്ങളെല്ലാം മറന്ന് വീണ്ടും ഒന്നിച്ചു. റെനയും ബാസും സന്തോഷത്തോടെ ഒന്നിച്ച് ജീവിക്കാൻ തീരുമാനിക്കുന്നു. സാം തൻ്റെ മകൾ ക്ലെയറിന് ലില്ലിയുടെ പഴയ ഫോട്ടോ ആൽബം സമ്മാനമായി നൽകുന്ന കുറേ മനോഹര കാഴ്ചകൾ. എല്ലാം ശുഭമായി അവസാനിച്ചു എന്ന് തോന്നിപ്പിക്കുന്നതായിരുന്നു ആ രംഗം. എന്നാൽ കഥ അവസാനിക്കുന്ന അന്ത്യ നിമിഷത്തിൽ സാം തൻ്റെ ബാത്റൂമിലെ കണ്ണാടിയിലേക്ക് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. ഈ സമയം കണ്ണാടിയിലെ സാമിൻ്റെ റിഫ്ലക്ഷൻ വിചിത്രമായി മിന്നാനും ഗ്ലിച്ചാകാനും തുടങ്ങുന്നു. ആ സീസണിലുടനീളം ഭാര്യ ലില്ലിയുടെ വിഭ്രാന്തികൾ കണ്ട അതേ ഗ്ലിച്ച്. അതോടെ ആ ജീവികളുടെ മദറിൻ്റെ അംശം ഇപ്പോഴും സാമിൻ്റെ ഉള്ളിൽ ഒളിഞ്ഞിരിപ്പുണ്ടെന്ന ഭയപ്പെടുത്തുന്ന സൂചനയോടെ കഥ അവസാനിക്കുന്നു. അപ്പോൾ ദ ബറോസിൻ്റെ ലോകത്ത് നിന്നും നമ്മൾ വിട പറയുകയാണ്. സോ സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ എക്സ്പീരിയൻസ് ലവ്ലീസ്.